നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികളുടെ ആത്മഹത്യകൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാ ദിവസവും പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ നമ്മുടെ മനസാക്ഷിയെ വളരെയധികം വേദനിപ്പിക്കുന്ന തരത്തിലായിക്കൊണ്ടിരിക്കുന്നു. മാർച്ച് മാസമായി കുട്ടികളുടെ പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന 2 കുട്ടികൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഈ ആത്മഹത്യകളുടെയൊക്കെ പിന്നിൽ കുട്ടികളുടെ പഠനഭാരവും പരീക്ഷകളുടെ സമ്മർദ്ദവുമൊക്കെ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികൾ വളരെയധികം വേദനയോടുകൂടിയാണ് ഓരോ ദിവസവും പരീക്ഷ ഹാളിലേക്ക് എത്തുന്നത്. എങ്ങനെയുള്ള പരീക്ഷയായിരിക്കും, പരീക്ഷകളുടെ ക്രമീകരണങ്ങൾ, ടൈം ടേബിളിൽ വന്ന മാറ്റങ്ങൾ, പരീക്ഷയുടെ സിലബസിൽ വരുന്ന മാറ്റങ്ങൾ, ഇങ്ങനെ വിവിധ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഓരോ കുട്ടിയും പരീക്ഷയ്ക്കായി എത്തിച്ചേരുന്നത്. ഇവരുടെയൊക്കെ മേലുള്ള സമ്മർദ്ദം എന്ന് പറയുന്നത് ഫുൾ A+ നേടുക. ഫുൾ A+ കിട്ടാത്ത കുട്ടികളെ വളരെയധികം വേദനിപ്പിക്കുന്ന തരത്തിൽ അഡ്മിഷനുകളൊക്കെ ലഭിക്കാതിരിക്കുന്ന സന്ദർഭങ്ങളുമൊക്കെ പേരൻസിൻ്റെയും അധ്യാപകരുടെയും ഭാഗത്ത് നാളത്തെ നല്ല പൗരന്മാരായി വളർന്ന് ദേശത്തെ നയിക്കേണ്ട കുട്ടികളുടെ മനസ്സിന് എന്ത് പറ്റി? അവരുടെയൊക്കെ മനസ്സുകൾ തീരെ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു പ്രശ്നത്തെയും നേരിടാൻ തക്ക പ്രാപ്തി ഇല്ലാത്ത വിധത്തിലാണ് ഇന്നത്തെ കുട്ടികൾ വളർന്നു വരുന്നത്. ഇവരുടെയൊക്കെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ പഠന വിഷയങ്ങളുമായിട്ട് ബന്ധമുണ്ടോ, വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓരോ രീതിയിലും കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ തലത്തിനനുസരിച്ചുകൊണ്ട് അവരെ പ്രാപ്തരാക്കത്തക്ക വിധത്തിലായിരിക്കണം വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരിക്കേണ്ടത്. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ വളരെയധികം കുത്തഴിഞ്ഞ രീതിയിലാണെന്ന് പറയാതിരിക്കാൻ തരമില്ല. ഓരോ കുട്ടിക്കും ആർജിക്കേണ്ടതായിട്ടുള്ള കഴിവുകളൊന്നും തന്നെ ആർജിക്കാതെയാണ് ഇന്നത്തെ തലമുറകൾ ഓരോ ക്ലാസ്സുകളിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പടിപടിയായി കയറിക്കൊണ്ടിരിക്കുന്നത്. എഴുതുവാനും വായിക്കാനുമൊക്കെ പഠിക്കേണ്ട പ്രായത്തിൽ അവർ എഴുതുവാനും വായിക്കുവാനും പഠിക്കാതെ എങ്ങനെയൊക്കെയോ വിജയിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിരിച്ച് നടക്കേണ്ട പ്രായത്തിൽ തന്നെ എഴുതുവാനും വായിക്കാനും ആരംഭിച്ചു തുടങ്ങും. പക്ഷേ അതെവിടെയും എത്താതെ അവസാനിക്കുന്നതാണ് കാണുന്നത്. ഇന്ന് നല്ല രീതിയിൽ ഒരക്ഷരത്തെറ്റുമില്ലാതെ എഴുതുവാനും വായിക്കാനുമൊക്കെ കഴിയുന്ന കുട്ടികൾ, ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ അറിയുന്ന കുട്ടികളൊക്കെ വളരെ കുറവാണെന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. ഓരോ കുട്ടിക്കും അതിൻ്റേതായ ഓരോ ക്ലാസ്സുകളിൽ നിന്നും അടുത്ത ക്ലാസ്സുകളിലേക്ക് കയറുമ്പോൾ ഉണ്ടാകേണ്ട മെച്യൂരിറ്റി പോലും ഇന്ന് കാണുന്നില്ല. പക്വത ഇല്ലാത്ത തലമുറ, ദുർബലരായിക്കൊണ്ടിരിക്കുന്ന തലമുറ, ഇതൊക്കെയാണോ ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കാൻ കുട്ടികൾക്ക് കഴിയുന്നത്? ഇനി പരീക്ഷകളെ നേരിടാൻ കുട്ടികൾക്ക് പ്രാപ്തിയില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ഈ മാർച്ച് മാസം ആരംഭിച്ചതു മുതൽ തന്നെ ഇത്രയധികം കുട്ടികളാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. പരീക്ഷകൾ പ്രയാസമൊന്നുമല്ല ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള ആത്മവിശ്വാസമോ എന്നുള്ള തിരിച്ചറിവോ ഒന്നും കുട്ടികൾക്കില്ല. ആരും അത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറായാലും കുട്ടികളുടെ ഉള്ളിലേക്ക് അതെടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. പഠന കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി കഴിഞ്ഞിടയ്ക്ക് തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്തത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞതാണ്. ഫുൾ A+ നേടിയ കുട്ടിക്ക് എന്തുകൊണ്ട് പരീക്ഷയെ നേരിടാൻ കഴിഞ്ഞില്ല? പരീക്ഷ പേടിയെ അതിജീവിക്കാനായിട്ട് കുട്ടികൾക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കേണ്ടതല്ലേ? ഈ കൗൺസിലിങ്ങിനേക്കാൾ ഉപരി സ്വയമായിട്ട് ആർജിച്ചെടുക്കേണ്ട കുറേ കഴിവുകളില്ലേ കുട്ടികൾക്ക്? ഇതൊന്നും ആർജിക്കാതെയാണോ കുട്ടികൾ മുൻപോട്ട് ജീവിക്കുന്നത്? ഇവരൊക്കെ ഭാവി രാജ്യത്തെ നയിക്കുന്ന നല്ല പൗരന്മാരായി വളർന്നു വരും എന്ന് പറയാനായിട്ട് സാധിക്കുമോ? എന്തൊക്കെ പറഞ്ഞാലും ഈ 3 കുട്ടികൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് വളരെ വേദനാജനകമാണ്. എത്രയധികം പ്രതിസന്ധികൾ ഉണ്ടായാലും പ്രയാസങ്ങൾ ഉണ്ടായാലും പരീക്ഷയിൽ തോറ്റുപോയാൽ തന്നെയും ജീവിതത്തെ നല്ല രീതിയിൽ നോക്കിക്കാണേണ്ടതല്ലേ ഈ കുഞ്ഞുങ്ങൾ? ഈ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് അതിന് സാധിക്കുന്നില്ല? അതിനെ ആ തക്ക രീതിയിലേക്ക് ആക്കിയെടുക്കാൻ പേരൻസിന് കഴിയുന്നില്ലേ? അധ്യാപകർക്ക് കഴിയുന്നില്ലേ? മക്കളുടെയൊക്കെ മനസ്സിൻ്റെ ആകുലതകളും വേവലാതികളുമൊക്കെ പങ്കുവയ്ക്കാൻ അവർക്ക് ആരുമില്ലേ? അങ്ങനെയുള്ള ഇടങ്ങൾ ഇന്ന് കുറവാണോ? അങ്ങനെ പേരൻസിനോടോ അധ്യാപകരോടോ ഒക്കെ തങ്ങളുടെ വിഷമങ്ങളും ആകുലതകളും ഒന്നും പങ്കുവയ്ക്കാൻ ഈ കുട്ടികൾ തയ്യാറാകാത്തതും ഇന്ന് പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിന് ഇവർക്ക് സാധിക്കാതെ പോകുന്നതായി കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ +2 പരീക്ഷ തന്നെ ഇതിന് വളരെയധികം ശരിവെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായത്. +2 പരീക്ഷയുടെ സിലബസിൽ മാറ്റങ്ങൾ വന്നു, പാറ്റേണിൽ മാറ്റങ്ങൾ വന്നു. കുട്ടികൾ വളരെയധികം ആശങ്കപ്പെട്ടാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത്. A+ കിട്ടുന്ന കുട്ടികൾക്ക് വളരെയധികം ആശങ്കയാണ്. തങ്ങൾക്ക് ജയിക്കുമോ എന്നുള്ള പേടി പോലുമുള്ള കുട്ടികളുണ്ട്. അത് കുട്ടികൾ പങ്കുവെക്കുകയുണ്ടായി. എന്തുകൊണ്ട് ഇത്തരത്തിൽ കുട്ടികളെ വളരെയധികം
പ്രയാസത്തിലാക്കുന്ന, പ്രതിസന്ധിയിലാക്കുന്ന പരീക്ഷണ അടിസ്ഥാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് തോന്നിപ്പോവുകയാണ്. പരീക്ഷകളിലൊക്കെ ഫുൾ A+ നേടി നിശ്ചിത ശതമാനത്തിന് മുകളിൽ മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടികളൊക്കെ ഇന്ന് ഉന്നത നിലയിൽ ജീവിക്കുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? വളരെയധികം മാർക്കുകളൊന്നുമില്ലാതെ ചില സമയങ്ങളിൽ തോറ്റ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ജീവിതത്തെ അതിൻ്റേതായ രീതിയിൽ കാണുകയും നല്ല രീതിയിൽ വിജയിച്ച് നല്ല സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതും അവരുടെയൊക്കെ ജീവിതം വളരെയധികം നല്ല നിലയിൽ പോകുന്നതുമൊക്കെ നമ്മൾ ഉദാഹരണങ്ങളായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? കുട്ടികളെ നല്ലതുപോലെ വളർത്തുവാനും ശരിയായ രീതിയിൽ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനുമൊക്കെ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് തന്നെയാണ്. കുട്ടികളുടെ ഉള്ളിൽ ഇന്നത്തെ ആശങ്കകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതല്ലേ? എവിടെയും ഇടമില്ലാതെ, ആരോടും സംസാരിക്കാൻ കഴിയാതെ, തങ്ങളുടെ വേദനകൾ ആരോടും പറയാനാവാതെ ഓരോ കുട്ടിയും വിഷമിക്കുന്നുണ്ടോ ഇന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഓരോരുത്തരും അവരവരുടെ തിരക്കുകളിലാണ്. മാതാപിതാക്കൾ അവരവരുടെ തിരക്കിൽ, ജോലി തിരക്കിൽ, മൊബൈലിൽ, ഇങ്ങനെ പല വിധത്തിലുള്ള തിരക്കുകളിലായി കഴിയുമ്പോൾ കുട്ടികൾ അവരുടെ കാര്യങ്ങൾ ആരോടും പറയാനില്ലാതെ വേദനിക്കുന്നത് കൂടി കാണേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ഈ ദിവസങ്ങളിലെ ആത്മഹത്യകളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അറിയപ്പെടാതെ എങ്ങുമെത്താതെ പല കുഞ്ഞുങ്ങളും പകുതിയിൽ വെച്ച്, പകുതി പോലും ആകുന്നത് ജനിച്ച് തുടങ്ങിയ ഉടൻ തന്നെ ഇതുപോലെ ജീവനൊടുക്കിയാൽ ആരാണ് ഈ ഭൂമിയിൽ അവശേഷിക്കുക? ഇന്നത്തെ തലമുറയ്ക്ക് ജീവിക്കണമെന്നുള്ള ചിന്തയേ ഇല്ല. കുറേ യുവാക്കൾ ലഹരിയുടെ പിന്നാലെ നടക്കുന്നു. കുറേ യുവാക്കൾ ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് ക്രൂരമായുള്ള കൃത്യങ്ങൾക്ക് ഇരയായിത്തീരുന്നു. കൊലപാതകങ്ങൾക്ക് സാക്ഷികളായിത്തീരുന്നു. കൊലപാതകികളായി മാറുന്നു. ഇങ്ങനെ വിവിധ തരത്തിൽ ഇന്നത്തെ യുവത്വം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ വളർന്നു വരുന്ന മാതാപിതാക്കൾക്ക് വളരെയധികം ആശങ്കയോടെയാണ് ഓരോ ദിവസവും കുട്ടികളെ നോക്കിക്കാണുന്നത്. 10ാം ക്ലാസ്സിലോ +2ലോ ഒക്കെ പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഒരു ഭവനത്തിലുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾക്ക് ഊണില്ല, ഉറക്കമില്ലാത്ത അവസ്ഥയാണ്. കാരണം ഇവരൊക്കെ പരീക്ഷകളിൽ നേരിടുന്ന ചോദ്യപേപ്പറുകളെ ഫേസ് ചെയ്യാനാവാതെ എന്താണ് ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരമോ നാളെയോ ഒക്കെ ആയിട്ട് എന്തായിരിക്കും ജീവിതത്തിൽ നടക്കുക എന്ന് അറിയാതെ വളരെയധികം വിഷമിച്ച് ഭയങ്കര ആദിയോടുകൂടിയാണ് മാതാപിതാക്കൾ അവരവരുടെ ഭവനങ്ങളിൽ കഴിയുന്നത്. കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതൊന്നുമല്ല 10ാം ക്ലാസ് പരീക്ഷയോ +2 പരീക്ഷയോ ഡിഗ്രി പരീക്ഷയോ ഒന്നുമല്ല ജീവിതത്തിന് ആധാരം. ജീവിതത്തിൽ വിജയിച്ച് കാണിക്കുക. അതിനിയും പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് സമയമുണ്ട്. ഓരോ ദിവസവും ചിന്തിക്കേണ്ടത് തങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതത്തെക്കുറിച്ചായിരിക്കണം. പരാജയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്, പരാജയങ്ങളിൽ പെട്ട് അടുത്ത നിമിഷം വിജയത്തിലേക്കുള്ള ഒരു പടിയായിട്ട് അതിനെ കണ്ടുകൊണ്ട് വിജയിക്കാനായിട്ട് ശ്രമിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഓരോ കുട്ടിയും നാളത്തെ നല്ല പൗരന്മാരായിട്ട് വളർന്നു വരുന്നതിന് കുട്ടികളുടെ മനസ്സിലെ ആശങ്കകളെല്ലാം മാറ്റി സന്തോഷവും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയട്ടെ.